ഹായ് ഫ്രണ്ട്സ്, മൈനസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങൾക്ക് ചൂടിനൊരു ചെറിയ ആശ്വാസമൊക്കെ കിട്ടിയിട്ടുണ്ട്. ചെറിയ മഴ ഇടയ്ക്കിടയ്ക്ക് രാത്രി കാലങ്ങളിൽ പെയ്യാറ്. നിങ്ങളുടെ നാട്ടിലൊക്കെ പെയ്യാറുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മീൻ പീര പറ്റിച്ചത്. അതിഷ്ടമല്ലാത്തവരായിട്ട് അധികം ആരും തന്നെ ഉണ്ടാകത്തില്ല. പക്ഷേ പലരും മീൻ പറ്റിച്ചതിന് യൂസ് ചെയ്യുന്നത് പലതരം മീനുകളായിരിക്കും എന്ന് മാത്രം. ചിലർ മത്തിയായിരിക്കും, ചിലർ നെത്തോലിയായിരിക്കും, ചിലർ വേറെ എന്തെങ്കിലും അങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകളായിരിക്കും മീൻ പേര് പറ്റിച്ചതിന് യൂസ് ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിൽ നെത്തോലി എന്ന് പറയും. ചില നാട്ടിൽ നെത്തോലിക്ക് വേറെ പല പേരുകളാണ് പറയുന്നത്. ചിലർ ചൂടയെന്ന് പറയും. അങ്ങനെ പല പേരുകൾ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് നെത്തോലിക്ക് പറയുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടുതരാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെത്തോലി പീര പറ്റിച്ചത്. വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഞാനിപ്പോൾ ആദ്യം ഒരു 1/2 കിലോ നെത്തോലിയാണ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള കൊച്ചുള്ളി കൊത്തിയരിഞ്ഞത്, നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, തേങ്ങ തിരിക്കത്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് മെയിനായിട്ട് വേണ്ടുന്നത്. കൊച്ചുള്ളിക്ക് പകരം സവാളയായാലും മതി, അത് നമ്മുടെ ഇഷ്ടം. കൊച്ചുള്ളി ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. പിന്നെ ആവശ്യത്തിന് പുളിയും കൂടെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കിയ നെത്തോലി ഒരു ചട്ടിയിലേക്ക് മാറ്റുക. ആദ്യമേ അടുപ്പൊന്നും കത്തിക്കണ്ട, ചട്ടിയിലേക്ക് മാറ്റുക. പിന്നീട് അതിന് ശേഷം ഇതിനകത്ത് കൊത്തിയരിഞ്ഞ ഉള്ളി, നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇവ ചേർത്തതിന് ശേഷം അരപ്പുണ്ടാക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ച് തേങ്ങ മിക്സിയിലൊന്ന് ചെറുതായിട്ട് അരച്ചെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോകരുത്. ആ അരപ്പും ഇതിലേക്ക് ഇടുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതോടൊപ്പം നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന പുളിവെള്ളം കൂടി ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി എല്ലായിടവും ഈ മസാലയൊക്കെ എത്തക്ക രീതിയിൽ തിരുമ്മി യോജിപ്പിക്കുക. പിന്നെ ആവശ്യത്തിന് നമ്മുടെ മണത്തിന് വേണ്ടിയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് പാകത്തിന് ആക്കി വെക്കുക. അതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓണാക്കി പീര പറ്റിച്ച് എടുക്കുക. ദാണ്ടെ നമ്മുടെ സ്വാദിഷ്ടമായ പീര പറ്റിച്ചത് ദാണ്ടെ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. സിമ്പിളല്ലേ ഈ നെത്തോലി പീര പറ്റിച്ചത്? ഇതിലും സിമ്പിളായിട്ട് ഇനി എങ്ങനെയാണ് പീര പറ്റിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലും സിമ്പിളായിട്ടും പെട്ടെന്നും പീര പറ്റിക്കാൻ ഏതെങ്കിലും മീൻ വെച്ചിട്ട് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നെത്തോലി മാത്രമല്ല, അറിയാലോ, ഏത് കുഞ്ഞു മീനുകൾ വെച്ച് നമുക്ക് പീര പറ്റിക്കാനായിട്ട് സാധിക്കും. വളരെ ടേസ്റ്റി ആയിട്ട്, നമുക്ക് പ്രത്യേകിച്ച് ഒരു ഒഴിച്ചുകറിയൊന്നും ഇല്ലെങ്കിലും ഈ നെത്തോലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മത്തി പീര പറ്റിച്ചതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഫുഡ് അടിക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.